ഹായ് കൂട്ടുകാരെ, പ്രസീത കിച്ചൺ വേൾഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടുള്ളൊരു ഹൽവയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹൽവ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായ ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഞാനൊരു വലിയ ക്യാരറ്റ് ഇതുപോലെ മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കപ്പ് ഉണ്ട് കേട്ടോ. ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം ചെറിയ മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു വലിയ ക്യാരറ്റിന് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതുപോലെ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് മധുരമാണ് എടുത്തിരിക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. അര കപ്പ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് നെയ്യും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഹൽവയ്ക്ക് കുറച്ചൊരു തിക്നെസ് കിട്ടാൻ വേണ്ടി ഞാൻ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന വാനില എസൻസ് ആണ്. വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. ഞാനിവിടെ അല്പം ബദാം മിൽക്ക് മിക്സ് ഇല്ലേ, അതിൻ്റെ ഒരു ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ്, ഒരു മണവും ഒക്കെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ എസൻസ് രണ്ടും ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഏലക്കാടെ പൊടി മാത്രം ഇട്ടാൽ മതി. നമ്മുടെ അടുപ്പ് നല്ലോണം ചൂടായിട്ടുണ്ട്. അരച്ച് വെച്ച ക്യാരറ്റിൻ്റെ പൾപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിൻ്റെ പച്ചമണം പോയതിന് ശേഷം മാത്രം നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതി. ഒറിജിനൽ ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത്തിരി ഹൽവയൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഒരു വെള്ളം ഒന്ന് പറ്റിയെടുത്താൽ മതി. ഇത്രയും വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയിട്ട് ചേർക്കുക. അതല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ അല്പം പാലൊഴിച്ചിട്ട് കലക്കി കൊടുക്കാം. ഇതൊന്നുമല്ല, പച്ചവെള്ളത്തിൽ കലക്കിയാലും കുഴപ്പമില്ല. പാലിൽ കലക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2 ടേബിൾ സ്പൂണാണല്ലോ. അപ്പോൾ അത് നല്ലോണം കുറുകും. അപ്പം നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇത് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. കോൺഫ്ലോർ ഇട്ട് കൊടുത്ത ഉടനെ നല്ലതായിട്ട് അങ്ങ് കുറുകി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ തീ നല്ലോണം കുറച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഉണ്ടോ, നല്ലോണം ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൂസാവും. തീ ആണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ വളരെ പെട്ടെന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ ആണെന്നൊന്നും വിചാരിക്കേണ്ട. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓരോ ബാച്ചായിട്ടാണ് നമ്മൾ ഓയിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എസൻസ് ഒഴിക്കണമെങ്കിൽ എസൻസ് ഒഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിൽ അല്പം ബദാമിൻ്റെ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒഴിക്കുമ്പോഴത്തേക്കും നല്ല ഒരു മണമൊക്കെയാണ്. നാച്ചുറലായിട്ടുള്ളത് നമുക്ക് പൊടിച്ച ഏലക്ക ഉണ്ടെങ്കിൽ പൊടിച്ച ഏലക്ക തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാകുമ്പം പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു വെറൈറ്റി ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ആ എണ്ണ അങ്ങോട്ട് അബ്സോർവ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചും കൂടെ ഒഴിച്ചു കൊടുക്കും. ഓരോ ബാച്ചായിട്ട് നമ്മളിങ്ങനെ
അലുവയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നതാണ്, എൻ്റെ അലുവ റെസിപ്പീസിലൊക്കെ ഞാൻ പറയുന്നതാണ്, ഓയിലൊക്കെ ഒഴിക്കുന്ന സമയത്ത് എല്ലാം കൂടെ എടുത്തങ്ങ് ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഞാൻ കുറച്ച് എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എസൻസ് ഒഴിച്ചാൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു അലുവയുടെ കറക്റ്റ് സ്മെല്ലൊക്കെ ഉണ്ടാവും. ഞാനിതിൽ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കശുവണ്ടി, ബദാം, മുന്തിരിപ്പരിപ്പൊക്കെ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. തീർന്നു. ഇതിന് മുമ്പ് നമ്മൾ ഈ അലുവ ഇട്ട് വെക്കേണ്ട പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക. എത്ര പെട്ടെന്ന് നമ്മുടെ അലുവ ആയതൊന്ന് നോക്കിയാൽ കണ്ട. അലുവയുടെ കറക്റ്റ് പദമെന്ന് വെച്ചാൽ നമുക്കത് ഇതിങ്ങനെ ഇളക്കുമ്പം നല്ല കണ്ടോ, ഇതുപോലെ ഇങ്ങനെ അങ്ങ് പോണതാണ് അലുവയുടെ കറക്റ്റ് പാകം കണ്ടോ. അപ്പം നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. അപ്പോൾ ഞാനിത് ഒരു ട്രേ അല്പം ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ അലുവ മിക്സ് ഒഴിച്ച് കൊടുക്കാം. അലുവ ഞാനത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കുറച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്യാരറ്റിൻ്റെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റി ഇപ്പം ക്യാരറ്റ് ഹൽവ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മധുരമൊക്കെ ചേർത്ത് കൊടുക്കുക. ഈ വെളുത്ത എള്ളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുന്തിരിയും കശുവണ്ടിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ വെളുത്ത എള്ള് മാത്രമേ ചേർക്കുന്നുള്ളൂ. മുന്തിരിയും കശുവണ്ടിയും ഒക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മക്കൾ അതെല്ലാം എടുത്ത് കളയും. അതുകൊണ്ട് ഞാൻ വെറുതെ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിനി തണുത്തതിന് ശേഷം, നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാവുള്ളൂ. ഇങ്ങനെ വേണേൽ കഴിക്കാം. പെട്ടെന്നുള്ള ഹൽവയല്ലേ, ഇങ്ങനെ നമ്മളൊരു ബൗളിൽ കോരിയിട്ടിട്ട് അങ്ങനെ കുട്ടികൾക്ക് സ്പൂണും ഇട്ടങ്ങ് കൊടുത്താൽ മതി. നല്ല സൂപ്പറായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. സെറ്റാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അലുവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ എഴുതി അറിയിക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ അലുവയെല്ലാം തണുത്തതിന് ശേഷം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇനിയൊന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എൻ്റെ അലുവ എല്ലാം 4 പാടും പോയിട്ടുണ്ട്. 2 പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഓർത്തത്, ദൈവമേ നിങ്ങളോട് ഞാനിത് പറഞ്ഞില്ലല്ലോ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള ഹൽവയാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന സോഫ്റ്റായിട്ടൊരു ഹൽവയാണ്. കണ്ടോ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പ്രസീത കിച്ചണിൽ ഞാൻ ഇനിയും വരും പുതിയ പുതിയ റെസിപ്പിയുമായി. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും വീട്ടിൽ സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.